ഇന്ന് നമ്മൾ അമേരിക്കയിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പോട്ട്ലക്ക് ഓണം ആഘോഷിക്കുന്നിടത്തേക്കാണ് പോണത്. അപ്പം ഓരോരുത്തർ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും. ഞാനിപ്പം സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാട്ടോ 40 പേർക്കൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടെൻഷനുണ്ട്. പിന്നെ നമ്മൾക്ക് സംഭാരവും കൂടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ ഓരോരുത്തർ ഓരോ വിഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എളുപ്പമായല്ലോ, സദ്യയ്ക്ക് ഒരുപാട് വിഭവങ്ങളും ആയി. അപ്പോൾ അത്ര പണിയില്ല എല്ലാവർക്കും. പിന്നെ ഇത് ഇവിടെ കഴിഞ്ഞ വർഷം നടന്ന അതേ പാർക്കിൽ തന്നെയായിരുന്നു ഇത്തവണയും ഓണാഘോഷമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡെക്കറേഷൻ ചെയ്യാൻ ഓരോ ടീമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ. അപ്പം എല്ലാം എളുപ്പത്തിൽ നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത്തവണ അമ്മയുടെ ആദ്യത്തെ ഓണാഘോഷമാണ് അമേരിക്കയിൽ വന്നതിന് ശേഷമുള്ള. പിന്നെ ഇനി അങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഓണമാണ്, ഓരോരുത്തരുടെ ഓണം ആഘോഷങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ കുറച്ച് നേരത്തെ നടത്തിയായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. ആദ്യം തന്നെ നമ്മൾക്ക് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ടേബിളൊക്കെ റെഡിയാക്കുകയാണ്. പാർക്കിൽ തന്നെ ടേബിൾ ചെയറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അതിൽ ഷീറ്റൊക്കെ വിരിച്ച്, പിന്നെ ഇന്ന് ഇത്തവണ നമ്മുടെ നല്ല ഫ്രഷ് വാഴയിലാണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളർ എന്തായാലും. അപ്പോൾ എല്ലാവരും വിളമ്പുന്ന തിരക്കിലാട്ടോ. അപ്പോൾ നമ്മുടെ വിഭവങ്ങളിൽ പുളിയിഞ്ചി, അതുപോലെ അച്ചാർ, ഓലൻ, പച്ചടി, കിച്ചടി, തോരൻ, കൂട്ടുകറി, അവിയൽ, സാമ്പാർ, പരിപ്പ്, ചോറ്, പപ്പടം, പിന്നെ 2 കൂട്ടം പായസവും. ഇതൊക്കെ തന്നെ ധാരാളമാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു. ഇത്തവണ പിന്നെ നമ്മൾക്ക് പുതിയ കുറേ മുഖങ്ങളുണ്ടാവും കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കാണാത്ത കുറേ പേരുണ്ട്. ഒരുപാട് മലയാളീസിനെ പുതിയതായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഏരിയയിലുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ആട്ടോ. സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗെയിംസ് ഒരുപാടുണ്ടായിരുന്നു. അതിനും വേറെ സെപ്പറേറ്റ് ടീം ഉണ്ടായിരുന്നു ഗെയിമൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ. അപ്പോൾ നല്ല ഫണ്ണായിട്ടുള്ളൊരു ഓണാഘോഷമായിരുന്നു ഇത്തവണത്തെ. ഫ്രണ്ട്സായിട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞ് മിനി വ്ളോഗായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.